ഇവൾക്കൊന്നും ഒരു സിനിമ പോലും ഇല്ല, തള്ളി മറിക്കുന്നതിന് ഒരു കുറവുമില്ല. അടുത്തത് ഗോകുൽ പ്രകാശിന്റെ ഒരു കമന്റാ, നീ ഇനി ഒരു സിനിമയിലും കാണില്ല, യസ്മ മാത്രം കാക്കുന്നിന്നെ. S7 മീഡിയ എന്നാ നീ കിളക്കാൻ പോയിക്കോ. അടിച്ച് ഓഫായിട്ട് എടുത്ത തീരുമാനമാണോ? വിഷ്ണു മോഹൻ. ഒരു കോമഡിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പ്രൊഫൈൽ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഒത്തിരിയധികം അറ്റൻഷൻ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അവരുടെയൊക്കെ ഫോട്ടോകൾ, അവരെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ കുറേയധികം പ്രകടനങ്ങൾ, ഇങ്ങനെ സ്വന്തമായിട്ട് അത്രയധികം ഇഷ്ടമുള്ള ആൾക്കാർ ബാക്കിയുള്ള ആളുകളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ നേട്ടങ്ങളെ കുറച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ കാരണം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ ഇൻസെക്യൂരിറ്റി ആൻഡ് പ്രൊജക്ഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം, സ്ത്രീകൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഒന്ന് എത്തിപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നിലപാടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടാത്ത, വീണ്ടും ആ ഒരു ഇൻസെക്യൂരിറ്റി പ്രൊജക്ട് ചെയ്യുന്ന, ഒന്നുമാവാത്ത ചില ആളുകൾ. ഈ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെയാണ്. കാരണം സ്വന്തമായിട്ട് ഇങ്ങനെ ആളുകളുടെ മുൻപിൽ അറ്റൻഷൻ നേടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ മാക്സിമം നടത്തുന്ന ഗംഭീര ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പ്രൊഫൈലുകളാണ്. എന്നാലും ഒരു അറ്റൻഷൻ കിട്ടാത്തത് കൊണ്ടായിരിക്കാം, എല്ലാവരുടെയും ഫോളോവേഴ്സ് കൗണ്ട് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, എന്നിട്ടും ഒരു അറ്റൻഷൻ കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഒരു രീതിയിൽ ആളുകളുടെ മുൻപിൽ അറിയപ്പെടുന്ന, കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാൾക്ക് നേരെയുള്ള ഈ ഒരു ഫ്രസ്ട്രേഷൻ പ്രകടനങ്ങളൊക്കെ.